ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിലയും വിലയുമുള്ള പക്ഷി ആരാന്ന് നിങ്ങൾക്കറിയാമോ? അത് ദേശീയ പക്ഷിയായ ഞങ്ങൾ മയിലുകളാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഞങ്ങളെപ്പോലെ ഇത്രയും ഗതികെട്ട വേറൊരാൾ പക്ഷി ലോകത്ത് തന്നെ വേറെ കാണില്ല. ദൈവം ഞങ്ങൾക്ക് സൗന്ദര്യം വാരിക്കോരി തന്നെങ്കിലും ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കാനായി കുറെ മനുഷ്യജീവികളെ കൂടി അദ്ദേഹം സൃഷ്ടിച്ചു. പാവം ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഹായ് ദേ മയിൽ പീലി വിടർത്തി ഡാൻസ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഈ മനുഷ്യജീവികൾ ക്യാമറയും തൂക്കി ഓടി വരും. സ്വസ്ഥമായിട്ടൊന്ന് ശൃംഗരിക്കാൻ പോലും ഇവരിപ്പോൾ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാ എന്തിനാ ദൈവമേ ഞങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തന്നത് എന്ന് ചോദിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യർ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ മയിലുകൾ ആകാശത്ത് കാർമേഘം കണ്ട് സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യുന്നതാണെന്നാണ്. എന്നാൽ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. ഈ ആകാശത്ത് കാർമേഘം വരുന്ന സമയം ഞങ്ങൾ മയിലുകളുടെ ഇണചേരൽ സമയമാണ്. കാണാൻ ഞങ്ങൾ ആണുങ്ങളുടെ അത്ര ലുക്കൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങൾ വൻ ജാടയായതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ വളച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോൾ എത്ര നേരം ഈ പീലിയിട്ട് ആട്ടണമെന്ന് അറിയാമോ? അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഒരാളെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആ നേരത്താണ് ഒരു മര്യാദയുമില്ലാതെ നിങ്ങൾ മനുഷ്യർ മയിലാട്ടം കാണാനായി വരുന്നത് എന്ന് ഇനിയെങ്കിലും ഓർക്കണം. ഓരോ പ്രജനനകാലം കഴിയുമ്പോഴും പീലി പൊഴിച്ചു കളയുന്ന ഒരു ആചാരം കൂടി ഞങ്ങൾക്കുണ്ട്. അതും കുറച്ചൊന്നുമല്ല, ഏതാണ്ട് 200ഓളം പീലികളാണ് ഞങ്ങൾ ശരീരത്തിൽ നിന്നും പൊഴിച്ചു കളയുന്നത്. ആ ബുദ്ധിമുട്ട് വല്ലതും ഇതൊക്കെ പെറുക്കി എടുത്തുകൊണ്ടുപോകുന്ന നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ? ഇനി നിങ്ങൾ മനുഷ്യർക്ക് ഞങ്ങളെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത കുറച്ചു കാര്യങ്ങൾ പറയാം. ഞങ്ങൾ മയിലുകളുടെ ലോകത്ത് 3 ഇനങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ മയിൽ, പച്ചമയിൽ, കോങ്കോ മയിൽ എന്നിങ്ങനെയാണ് ഈ 3 ഗ്രൂപ്പുകൾ. കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യൻ മയിലുകളാണ് ഏറ്റവും സുന്ദരന്മാർ. നല്ല നീലയും പച്ചയും കലർന്ന പീലികളും തൂവലുകളുമെല്ലാമായി ഒടുക്കത്തെ ലുക്കിലാണ് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേറൊരുത്തനുണ്ട്. ഇന്ത്യൻ മയിലുകളിൽ ചില ജനിതക മാറ്റങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന വെള്ള മയിലുകളാണ് അവൻ. പച്ചമയിലുകൾ ഏറെക്കുറെ ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ആണെങ്കിലും ഞങ്ങളുടെ കഴുത്തിന്റെ നീല നിറത്തിന് പകരം അവരുടെ കഴുത്തിൽ പച്ച നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പച്ചമയിലുകൾ കൂടുതലായി ചൈനയിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലെ മറ്റു ചില പ്രദേശങ്ങളിലുമാണ് കാണപ്പെടാറുള്ളത്. ഞങ്ങൾ മയിലുകളുടെ ഇനത്തിൽപ്പെട്ടതാണെങ്കിലും കൂട്ടത്തിൽ വലിയ ലുക്കൊന്നുമില്ലാത്ത പാവങ്ങളാണ് കോങ്കോ മയിലുകൾ. ആഫ്രിക്കക്കാരായ അവർക്ക് ദൈവം ഞങ്ങളുടെ അത്രയും സൗന്ദര്യമൊന്നും കൊടുത്തില്ലെങ്കിലും പൊതുവെ കാടിനകത്ത് കഴിയുന്നവരായതുകൊണ്ട് നല്ല സമാധാനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഞങ്ങൾ ഇന്ത്യൻ മയിലുകളും കാടുകൾക്കുള്ളിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ അംഗസംഖ്യ കൂടിയതോടെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. സർക്കാർ ഞങ്ങളെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ നാട്ടിൽ ആരെയും പേടിക്കാതെ വിലസി നടക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ മയിലുകളെ വേട്ടയാടുന്നതും കൊല്ലുന്നതുമെല്ലാം ഇന്ത്യയിൽ 7 വർഷത്തെ ജയിൽ ശിക്ഷയും 10,000 രൂപ പിഴയും കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാമല്ലോ. പച്ചമയിലുകളും കോങ്കോ മയിലുകളും വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് ലിസ്റ്റിൽ പെട്ടപ്പോഴും ഞങ്ങൾ ഇന്ത്യൻ മയിലുകൾ സുരക്ഷിതരായിരിക്കുന്നതിന്റെ പ്രധാന കാരണവും നമ്മുടെ സർക്കാരിന്റെ ഈ നിലപാടാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാടുകളിലും കാഴ്ച ബംഗ്ലാവുകളിലും മാത്രം കാണപ്പെട്ടിരുന്ന ഞങ്ങൾ ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ വയലുകളിലും റോഡുകളിലുമൊക്കെ ഞങ്ങളെ കാണാറുണ്ടെങ്കിലും കേരളത്തിൽ ഞങ്ങൾക്ക് സ്പെഷ്യലായി ഒരു സങ്കേതവും ഉണ്ട് കേട്ടോ. ചൂളന്നൂർ മയിൽ സങ്കേതം എന്ന ഈ പ്രദേശം പ്രാദേശികമായി അറിയപ്പെടുന്നത് മയിലാടുംപാറ എന്നാണ്. 500 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വനപ്രദേശം കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സാങ്ച്വറി എന്ന ഈ മയിൽ സങ്കേതം പണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത്രയധികം അംഗസംഖ്യ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ആരംഭിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഈ മയിൽ സങ്കേതം കാണാനായി നിരവധി സ്ഥലങ്ങളിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകളാണ് വന്നെത്താറുള്ളത്. എന്ത് ചെയ്യാനാ,
ദൈവം സൗന്ദര്യം വായി കോരി തന്നുപോയില്ലേ? അപ്പോൾ ഇനി വഴികളിലും വയലുകളിലുമെല്ലാം ഞങ്ങളെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ.